നമസ്കാരം. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ എണ്ണയാണ്. അത് കയ്യിലുള്ളവർ ലോകം ഭരിക്കുമെന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ്. അത്തരം രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ്. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ആ സ്ഥാനം കൈയടക്കാൻ പോകുന്നത് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അർദ്ധചാലകങ്ങളാണ്. ഇന്ത്യയും സെമി കണ്ടക്ടറിന്റെ സ്വാധീനം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ ലോകശക്തിയായി മാറാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ചൈനയാണ് ചിപ്പ് നിർമ്മാണത്തിൽ നിലവിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം. അവരോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് തായ്വാൻ. പലരും അടക്കി വാണ ഒരു വലിയ കുത്തക ഇനി ഇന്ത്യ കൈയടക്കാൻ പോവുകയാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മേഖലയിലെ ഹബ്ബായി മാറാൻ പോവുകയാണ്. ടാറ്റ സൺസിന്റെയും തായ്വാൻ ആസ്ഥാനമായുള്ള പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ PSMC നേതൃത്വ സംഘവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഇന്ത്യയിലെ ഭാവി പരിപാടികൾ സംബന്ധിച്ചായിരുന്നു ചർച്ച. PSMCയുടെ പങ്കാളിത്തത്തോടെ ഗുജറാത്തിലെ ധോലേരയിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി നിർമ്മിക്കാൻ ടാറ്റ സൺസിന്റെ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. 91,000 കോടി രൂപയുടെ നിക്ഷേപമാകും ഈ മേഖലയിൽ നടത്തുക. നേരിട്ടും അല്ലാതെയും ഇത് രാജ്യത്തെ 20,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ ആഗോള അർദ്ധചാലക വ്യവസായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ടാറ്റ സൺസ്. ടാറ്റ സൺസിന്റെ ഉപസ്ഥാപനമായ ടാറ്റ ഇലക്ട്രോണിക്സ് PSMCയുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ AI ഫാബ് യാഥാർത്ഥ്യമാക്കും. ഫാക്ടറി കാര്യക്ഷമത കൈവരിക്കാനായി ടാറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിംഗും വിന്യസിക്കും. ഓട്ടോമോട്ടീവ്, കമ്പ്യൂട്ടിംഗ്, ഡേറ്റ സ്റ്റോറേജ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലേക്ക് ആവശ്യമായ ചിപ്പുകളാവും ഫാബിൽ നിർമ്മിക്കുക. ആപ്പിൾ ഐഫോണുകൾക്കുൾപ്പെടെ ചിപ്പുകൾ നിർമ്മിക്കുന്നത് തായ്വാനിലെ പ്രമുഖ കമ്പനികളാണ്. തായ്വാന്റെ ഈ കരുത്ത് മനസ്സിലാക്കിയാണ് ഇന്ത്യ തായ്വാൻ കമ്പനികളുമായി അടുത്തത്. അമേരിക്ക ചൈനയിൽ നിന്നും ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയെ ചിപ്പുകളുടെ കാര്യത്തിൽ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഏറെ കാലമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതോടെ ജപ്പാൻ, തായ്വാൻ, മറ്റ് തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ എന്നിവയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചിപ്പുകൾക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. ഇത് ഇന്ത്യക്ക് വൻ നേട്ടമായിരിക്കും സമ്മാനിക്കുക. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ വൻ തുക സെമി കണ്ടക്ടർ മേഖലയിൽ നിക്ഷേപിക്കുന്നത്. ഇനി എന്താണ് അർദ്ധചാലകങ്ങളെന്ന് ചോദിച്ചാൽ, വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധചാലകങ്ങൾ. സിലിക്കൺ ഉൾപ്പെടെയുള്ള സെമി കണ്ടക്ടിവിറ്റിയുള്ള അല്ലെങ്കിൽ അർദ്ധചാലക സ്വഭാവമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചെറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ചിപ്പുകൾ. സിലിക്കൺ, ജെർമാനിയം എന്നിവ അർദ്ധചാലക പദാർത്ഥങ്ങളാണ്. ഇവയാണ് സെമി കണ്ടക്ടറിന്റെ നട്ടെല്ലെന്ന് പറയാം. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ നട്ടെല്ലാണ് ഈ ചിപ്പുകൾ. കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, അപ്ലയൻസുകൾ, ഗെയിമിംഗ് ഹാർഡ്വെയറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ഏതാണ്ട് എല്ലായിടത്തും ചിപ്പുകളുടെ ഉപയോഗമുണ്ട്. ചിപ്പുകൾ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോവിഡ് കാലത്ത് ചിപ്പ് ഉൽപ്പാദനം കുറഞ്ഞു പോയതോടെ കാറുകളുടെ ഉൽപ്പാദനം മാസങ്ങളോളം നിന്നുപോയിരുന്നു. 2024 നവംബറോടെ ഗുജറാത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ $100 മില്യൺ നിക്ഷേപിക്കുമെന്ന് സൂറത്ത് ആസ്ഥാനമായുള്ള അർദ്ധചാലക നിർമ്മാണ കമ്പനിയായ സൂചി സെമികോൺ അറിയിച്ചിരുന്നു. 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്ലാന്റിന് പ്രതിദിനം 3 ദശലക്ഷം ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടാകും. ഇതിനോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. കൂടാതെ സാമ്പത്തിക വളർച്ചയെ ഇത് പിന്തുണയ്ക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.